നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട IT കമ്പനിയായ TCSന്റെ നാസിക് BPO യൂണിറ്റിൽ നിർബന്ധിത മതപരിവർത്തനവും ലൈംഗിക പീഡനവും നടന്നു എന്ന വാർത്ത രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ ദ്രുതഗതിയിൽ നടക്കുകയാണ്. ഇതിൻ്റെ അന്വേഷണത്തിന് ഇപ്പോൾ രാജ്യത്തിൻ്റെ ഭീകരവിരുദ്ധ ഏജൻസിയായ NIA രംഗത്തെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് ലോക്കൽ പോലീസിൻ്റെയും അതുപോലെ തന്നെ സംസ്ഥാന പോലീസിൻ്റെ ഭീകരവിരുദ്ധ വിഭാഗവുമാണ് ഈ കേസിൽ പ്രാഥമികമായ അന്വേഷണം നടത്തിയത്. അതായത് ഒരു രാഷ്ട്രീയ പ്രവർത്തക നടത്തിയ പരാതിയെ തുടർന്നാണ് ഈ കേസിൽ അന്വേഷണം ഉണ്ടായത്. ആ അന്വേഷണത്തിൽ പ്രാഥമികമായ അന്വേഷണത്തിൽ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾക്ക് ഭീകരബന്ധമുണ്ടെന്നും അതുപോലെ തന്നെ വിദേശ ധനസഹായം, വിദേശ ഫണ്ടിംഗ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിനുമൊക്കെയുള്ള തെളിവുകൾ, പ്രാഥമികമായ വിവരങ്ങൾ സംസ്ഥാന പോലീസിൻ്റെ ഭീകരവിരുദ്ധ സേനയ്ക്ക് ലഭിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ NIA രംഗത്ത് വരുന്നത്. NIAക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക പ്രാഥമികമായ വിവരങ്ങൾ സംസ്ഥാന പോലീസ് കൈമാറി എന്നതാണ് റിപ്പോർട്ട്. TCSന്റെ ക്യാമ്പസിനുള്ളിൽ നടന്ന ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന കുറ്റകൃത്യങ്ങൾ പുറത്തു വന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തക നൽകിയ പരാതിയെ തുടർന്നാണ്. ആ പരാതിയെ തുടർന്ന് പോലീസ് അതീവ രഹസ്യമായി ക്യാമ്പസിനുള്ളിൽ അന്വേഷണം നടത്തുകയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ ഹൗസ് കീപ്പിംഗ് ജീവനക്കാർ എന്ന വ്യാജേന കമ്പനിക്കുള്ളിൽ കടന്നുകയറുകയും ഈ പരാതിയുടെ സത്യാവസ്ഥ അന്വേഷിക്കുകയുമായിരുന്നു. ഈ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. അതായത് ആ കമ്പനിയിലേക്ക് തൊഴിൽ തേടിയെത്തുന്ന അല്ലെങ്കിൽ അവിടെ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന 18 വയസ്സിനും 25 വയസ്സിനും താഴെയുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികളെ തിരഞ്ഞുപിടിച്ചുകൊണ്ട്, ഹിന്ദു പെൺകുട്ടികളെ തിരഞ്ഞുപിടിച്ചുകൊണ്ട് അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുക, പ്രണയം നടിച്ച് പ്രണയക്കെണിയിലാക്കുക, അതിനുശേഷം ലൈംഗികമായി ചൂഷണം ചെയ്യുക, മറ്റു തരത്തിലുള്ള ചിത്രങ്ങളും മറ്റും പകർത്തുക, അതിനുശേഷം അവരെ ഭീഷണിപ്പെടുത്തി അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കുക, ഈ റംസാൻ വ്രതം അനുഷ്ഠിക്കുക, 5 നേരം നിസ്കരിക്കുക എന്നിങ്ങനെയൊക്കെയുള്ള മതപരമായ ചടങ്ങുകൾ അനുഷ്ഠിപ്പിക്കുക. ഇതൊക്കെ അവിടെയുള്ള ചില മേലധികാരികളുടെ, TCSന്റെ ചില മേലധികാരികളുടെ നേതൃത്വത്തിൽ നടന്നു എന്നാണ് പോലീസിൻ്റെ രഹസ്യാന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് ഒരു സ്ത്രീ ഉൾപ്പെടെ 7ഓളം പേരെ ഇതുവരെ അറസ്റ്റിലായിട്ടുണ്ട്. ആസിഫ് അൻസാരി, ഡാനിഷ് ഷെയ്ഖ്, ഷാഫി ഷെയ്ഖ്, ഷാരൂഖ് ഖുറേഷി, റാസ മേമൻ, തൗസീഫ് അത്തർ, അശ്വിൻ ചൈനാനി തുടങ്ങിയവരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. HR മാനേജർ നിദ ഖാൻ ഒളിവിലാണ് എന്നും പറയപ്പെടുന്നുണ്ട്. 3 പെൺകുട്ടികൾ കൂടി പുതുതായി പരാതികൾ നൽകാൻ സാധ്യതയുണ്ടെന്നും FIRകളുടെ എണ്ണം 14ആയി ഉയരുമെന്നും ഇപ്പോൾ റിപ്പോർട്ടുകളുണ്ട്. ഈ സാഹചര്യത്തിലാണ് NIA ഇപ്പോൾ അന്വേഷണത്തിന് വരുന്നത്. തീവ്രവാദ ബന്ധം, അതുപോലെ തന്നെ വിദേശ ഫണ്ടിങ്, ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണമായിരിക്കും NIA നടത്തുക. ഇത് കേവലം ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മതപരമായ ചില പ്രശ്നങ്ങൾ മാത്രമല്ല, ഒരു IT കമ്പനിയെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതും ചെറുകിട IT കമ്പനിയൊന്നുമല്ല, രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു IT കമ്പനിയാണ് TCS. ലോകം അറിയപ്പെടുന്ന ഒരു IT കമ്പനിയാണ് TCS. ആ കമ്പനിയുടെ ക്യാമ്പസിനകത്ത് തന്നെ ഇത്തരത്തിലുള്ള ജിഹാദികൾ നുഴഞ്ഞു കയറുകയും ലവ് ജിഹാദ് പോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി, രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി, രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന തരത്തിലേക്ക് കുറ്റകൃത്യങ്ങൾ വളരുന്നു എന്നാണ് സംസ്ഥാന പോലീസ് ഇപ്പോൾ വിലയിരുത്തുന്നത്. അതായത് ഒരു ജോലി സ്ഥലത്തുള്ള പരാതി, പീഡന പരാതി എന്നതിൽ നിന്ന് അത് ഒരു വലിയ രാജ്യവിരുദ്ധ പ്രവർത്തനം എന്നതിലേക്ക് ഈ പരാതികൾ ഉയർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഭീകരവിരുദ്ധ ഏജൻസിയായ NIA ഈ കേസിൽ അന്വേഷിക്കുന്നത്. വിദേശ ബന്ധവും അതുപോലെ തന്നെ ഭീകര സംഘടനകളുടെ ബന്ധവുമൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായും അന്താരാഷ്ട്ര ഭീകര സംഘടനയായ ISന്റെ അടക്കമുള്ള ബന്ധം ഇതുമായി സംശയിക്കപ്പെടുന്നുണ്ട്. ഇത്തരം സംഘടനകളുടെ പ്രവർത്തനങ്ങൾ, ഇത്തരം സംഘടനകളുടെ ഇടപെടലുകൾ അത് വളരെ കൃത്യമായി കണ്ടെത്തണമെങ്കിൽ അതിന് പറ്റിയ ഏജൻസി തീർച്ചയായും NIA ആണ് എന്ന വിലയിരുത്തലിലാണ് സംസ്ഥാന പോലീസ്. അതിൻ്റെ ഭാഗമായിട്ടാണ് NIAയോട് അന്വേഷണം ഏറ്റെടുക്കാൻ സംസ്ഥാന പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസിൻ്റെ പ്രാഥമികമായ വിവരങ്ങൾ NIAക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നു.